ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എപ്സിലോൺ ലേണിംഗ്. CBSE ക്ലാസ് 9ലെ കെമിസ്ട്രിയിലെ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദർ സെപ്പറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സൊല്യൂഷൻസിനെ കുറിച്ചും സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ചും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ള മിക്സ്ചേഴ്സ് ആയിരിക്കും? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം കോൺസെൻട്രേഷനുള്ള മിക്സ്ചേഴ്സിനാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ കുറിച്ചും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. എങ്ങനെയാണ് നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക? നമുക്കൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റി ഇല്ലേ, നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റി അതിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. നമ്മൾ എന്തിലേക്കാണോ ഈ ക്വാണ്ടിറ്റീനെ ആഡ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. സൊല്യൂട്ടും സോൾവെൻറ്റും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ്. അപ്പോൾ നമ്മൾ രണ്ട് സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ആവുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇനി സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിനെ എന്താണോ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് അതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ കോമ്പോണൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സ്മോളർ എമൗണ്ട് ഈസ് നോൺ ആസ് സൊല്യൂട്ട്. നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, സ്മോളർ എമൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂട്ട് എന്ന് വിളിക്കുക. സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ ദ കോമ്പോണൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജർ എമൗണ്ടിലുള്ള കോമ്പോണൻറ്റിനെ നമ്മൾ സോൾവെൻ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം സൊല്യൂട്ട്. ഇതാണ് നമ്മുടെ സൊല്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ സൊല്യൂട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ ഷുഗർ ഇല്ലേ, ഈ ഷുഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂട്ട് എന്ന് വിളിക്കുക. ഇനി നമ്മൾ അത് എന്തിലേക്കാണ് ആഡ് ചെയ്യുന്നത്? വാട്ടറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഈ വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോൾവെൻ്റ് എന്ന് വിളിക്കുക. എന്നിട്ട് ഈ വാട്ടറിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു സോല്യൂട്ടും ഉണ്ട്, സോൾവെൻറ്റും ഉണ്ട്. ഈ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സൊല്യൂഷൻ. നമുക്ക് എങ്ങനെ പറയാം? സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, സൊല്യൂഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ പറയാം, ഷുഗർ പ്ലസ് വാട്ടർ. ഷുഗർ പ്ലസ് വാട്ടർ ഗീവ്സ് ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, സോ ഇവിടെ ഷുഗർ എന്നുള്ളത് എന്താണ്? ഷുഗർ എന്നുള്ളത് നമ്മുടെ സൊല്യൂട്ടാണ്. വാട്ടർ എന്നുള്ളത് നമ്മുടെ സോൾവെൻ്റാണ്. ഷുഗർ നമ്മൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂട്ട് എന്ന് വിളിക്കുക. സോ ഷുഗർ നമ്മുടെ സൊല്യൂട്ടും നമ്മൾ ഡിസോൾവ് എന്തിലേക്കാണ് ഡിസോൾവ് ചെയ്യുന്നത്? വാട്ടറിലേക്കാണ് ഡിസോൾവ് ചെയ്യുന്നത്. സോ വാട്ടർ നമ്മുടെ സോൾവെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊല്യൂഷനാണ്. സൊല്യൂഷൻ. ഇതേപോലെ നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സോൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൊല്യൂട്ട്. അത് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോൾവെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്, സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, വോമിറ്റിംഗ്, ഡയേറിയ,
പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തും അതുപോലെ നമ്മുടെ ബോഡി വളരെയധികം ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ ടയേർഡായിരിക്കുന്ന സമയത്തും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ORS എന്ന് പറയുന്നത്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ ORS? അപ്പോൾ നമ്മൾ ഈ ORS വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു കറക്റ്റ് എമൗണ്ട് ഉണ്ടാകും. ഇത്ര എമൗണ്ട് ORS ഇത്ര എമൗണ്ട് ഓഫ് വാട്ടറിലാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഡോക്ടേഴ്സ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഈ ORS നമ്മൾ അതുപോലെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടറും സോൾട്ടും ഷുഗറും ഉപയോഗിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെയും സോൾട്ടിൻ്റെയും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കറക്റ്റ് റേഷ്യോ അല്ലെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ വേണം നമ്മൾ ഷുഗറും സോൾട്ടും ആഡ് ചെയ്യാൻ. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഷുഗറും സോൾട്ടും ആഡ് ചെയ്താൽ അതെന്താവില്ല, അതൊരിക്കലും ORS ആവില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, ഇതുപോലെയുള്ള പെസ്റ്റിസൈഡ്സ് ഫാമേഴ്സ് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എമൗണ്ട്, അപ്പം ഇതിന് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് മാത്രമേ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് ഡിസോൾവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിന് ഒരു കണക്ക് ഈ ഫാമേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഫാമേഴ്സ് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്സ്, നമ്മുടെ പെസ്റ്റിസൈഡ്സിനൊപ്പം തന്നെ നമ്മുടെ ക്രോപ്സും സോയിലും ഒക്കെ എന്ത് സംഭവിക്കും, എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഓക്കെ, സോ കോൺസെൻട്രേഷൻ, ഇതിനാണ് എന്ത് പറയുക, കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എത്ര എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുക. സോ നമുക്ക് നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. The amount of solute dissolved in a given amount of solvent or solution is termed as concentration of solution. എന്താണ് concentration of solution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ നമ്മൾ ഡിസോൾവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ലൈം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലൈമിൽ എത്ര ഷുഗർ ആഡ് ചെയ്യണം, എത്ര ലെമൺ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ലൈമിന് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ, മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുക? ഹൗ ഡു വി എക്സ്പ്രസ് കോൺസെൻട്രേഷൻ? നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യും? നമുക്ക് മെയിൻലി 3 രീതിയിൽ ഈ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ ആണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, സെക്കൻഡ് വൺ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, തേർഡ് വൺ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. സോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്താണെന്നാണ്. സോ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി മാസ് ബൈ മാസ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത്. സോ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് കോമൺലി യൂസ്ഡ് ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് homogeneous mixtures. Okay, it tells us how many grams of solute are present in 100 grams of the total solution. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഈ സൊല്യൂഷനിൽ നമ്മൾ 100 ഗ്രാം ഓഫ് സൊല്യൂഷനാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഈ സൊല്യൂഷൻ ടോട്ടൽ 100 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ ഈ 100 ഗ്രാം ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് ഉണ്ട്, അപ്പോൾ ഇതാണ് സൊല്യൂട്ട്. അപ്പോൾ ഇതിൽ എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് വഴി കിട്ടുന്നത്. സോ നമ്മുടെ അടുത്ത് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ടാണ് അടങ്ങിയിരിക്കുന്നത്, ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് സൂചിപ്പിക്കുന്നത്.
ഇനി മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് divided by mass of solution into 100. ഓക്കെ, സോ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മുടെ 100 ഗ്രാം ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി മാസ് ബൈ മാസ് പെർസെൻറ്റേജിനെ എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഡിനോട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം, പെർസെൻറ്റേജ് M/M ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് W/W എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, this method of expressing concentration is also used for heterogeneous mixtures such as milk powder and spice mixtures. സോ ഈ മെത്തേഡിലെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മിൽക്ക് പൗഡർ, സ്പൈസ് മിക്സ്ചേഴ്സ് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ലേബിൾ the composition of packed foods showing how much salt, sugar or protein is present in them. അല്ലേ, നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ പാക്കറ്റ് ഫുഡ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര ഷുഗർ ഉണ്ട്, എത്ര ഫൈബർ, പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്താണ് നൽകുന്നത്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മാസ് ബൈ മാസ് പെർസെൻറ്റേജിനുള്ള എക്സാമ്പിളാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് 10 gram of salt is dissolved in 90 gram of water, calculate the mass by mass percentage of solution formed. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് 10 gram of salt 90 gram of വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സോ ആദ്യം നമുക്കിതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതി നോക്കാം. സോ മാസ് ഓഫ് സോൾട്ട് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? മാസ് ഓഫ് സോൾട്ട് 10 gram ആണ് അല്ലേ. 10 gram ആണ് സോൾട്ട് ഉള്ളത്. അപ്പോൾ 10 gram എന്ന് എഴുതാം. ഇനി മാസ് ഓഫ് വാട്ടർ എത്രയാണ് തന്നിരിക്കുന്നത്? 90 gram എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 90 gram എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സോൾട്ട് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ സൊല്യൂട്ട്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ സോൾവെൻറ്റ് അല്ലേ. സോ സൊല്യൂട്ടും സോൾവെൻ്റും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? നമുക്ക് നോക്കാം. സോൾട്ട് അല്ലേ, ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സ്മോളർ എമൗണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 10 gram. സ്മോളർ എമൗണ്ട് ഇതാണ് 10 gram അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മുടെ സൊല്യൂട്ട്. ക്വാണ്ടിറ്റി പ്രസൻറ്റ് ഇൻ ലാർജർ എമൗണ്ട് ഇതാണ് വാട്ടർ ആണ് അല്ലേ. 90 gram ഉണ്ട്, അതായിരിക്കും നമ്മുടെ സോൾവെൻറ്റ്. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണോ ഡിസോൾവ് ചെയ്യുന്നത് അല്ലേ, സോൾട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസോൾവ് ചെയ്യപ്പെടുന്നതാണ് സൊല്യൂട്ട്. എന്തിലേക്കാണ് ഡിസോൾവ് ചെയ്യുന്നത്? വാട്ടറിലേക്കാണ് ഡിസോൾവ് ചെയ്യുന്നത്. സോ വാട്ടർ നമ്മുടെ സോൾവെൻറ്റും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ നമുക്ക് ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ കഴിയും? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു mass of solute plus mass of solution plus mass of solvent. സോ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് അതിലെന്തൊക്കെയുണ്ട്? സൊല്യൂട്ടും ഉണ്ട്, സോൾവെൻറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 10 gram പ്ലസ് മാസ് ഓഫ് സോൾവെൻറ്റ് എത്രയാണ്? 90 gram. 10 gram പ്ലസ് 90 gram എത്ര കിട്ടും? 100 gram എന്ന് കിട്ടും. ഓക്കെ,
ഇനി മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? മാസ് ഓഫ് സൊല്യൂട്ട് divided by mass of solution into 100 അല്ലേ? എത്രയാണ് നമ്മുടെ മാസ് ഓഫ് സൊല്യൂട്ട്? 10 ഗ്രാം ആണ് അല്ലേ? നമ്മുടെ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 10 + 90 100 ഗ്രാം ആണ് അല്ലേ? 100 ഗ്രാം ഇൻറ്റു 100 എത്ര നമുക്ക് കിട്ടും? ഈക്വൽ ടു 10 എന്ന് കിട്ടും അല്ലേ? 10 നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 10% m/m എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജും വോളിയം ബൈ വോളിയം പെർസെൻറ്റേജും ഡിസ്കസ് ചെയ്യാം. സോ ഇതിൻ്റെ നെക്സ്റ്റ് ഓരോ പാർട്സും മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.